എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ രാവിലെ ഇത്തിരി മഴയൊക്കെ പെയ്തിട്ടുള്ള ഒരു ദിവസമാണ്. തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ മഴയുണ്ടായിരുന്നു. ഇതിന് മുൻപ് എനിക്ക് തോന്നുന്നത് ശനിയാഴ്ച രാത്രിയാണെന്ന് തോന്നുന്നുണ്ട് ഒരുവിധം നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ചൂടിന് കുറവൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാനും പപ്പയും ഞങ്ങളുടേതായ ഓരോ ജോലികളിലേക്ക് കടന്നിട്ടുണ്ട്. ഇപ്പം മഴ പെയ്യുന്നെങ്കിലും മുറ്റം കഴുകും, കാരണം മഴ വീഴാതെ ആ കാറിൻ്റെ ഷെഡ് അങ്ങനെ അവിടേക്ക് മഴ വീഴൂലല്ലോ. അപ്പോൾ റൂബി അവിടെ ഇവിടേക്ക് ഇരുന്നിട്ട് മൂത്രമൊഴിക്കുന്നതുകൊണ്ട് തന്നെ അപ്പുറത്തുനിന്ന് കഴുകി പുറത്തേക്ക് വിടണം. അപ്പോൾ പുറത്ത് മഴ പെയ്യുന്നുണ്ട്, അങ്ങോട്ട് കഴുകിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ പപ്പ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ വെള്ളം ടാങ്കിൽ നല്ല വെള്ളം ഗ്രൗണ്ട് വാട്ടറും എല്ലാം 2 ടാങ്കിലും അടിച്ച് എല്ലാ ദിവസവും രാവിലെ നിറച്ചൊക്കെ ഇട്ടേക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ നമ്മളിതൊന്നും അറിയുന്നില്ല. നമ്മൾ ടാപ്പ് തുറക്കും, വെള്ളം വരും, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതെല്ലാം ഫില്ല് ചെയ്തൊക്കെ ഇടുന്ന ആളുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറ് പോലും ഇല്ല. ഒരു നേരം ഒരു വെള്ളം അടിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം വന്നില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും, അയ്യോ ഇതിനകത്തുണ്ട് വെള്ളം വരണില്ലല്ലോ എന്ന്. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് കറക്റ്റായിട്ടൊരാൾ ചെയ്തിട്ടാണ് നമുക്ക് സ്ഥിരമായി വെള്ളം കിട്ടിക്കൊണ്ടിരിക്കണേന്ന്. അപ്പോൾ ഇന്ന് രാവിലത്തെ കാര്യങ്ങളും ഒന്നും തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് ഈ കാണുന്നതില്ലേ നമ്മളുടെ ഡൈനിങ് ചെയറുകളുടെ ആ ഒരു കുഷ്യനെല്ലാം പുതിയതാക്കിയതാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നല്ല പൊക്കത്തിൽ കുഷ്യൻ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ ആ ഒരു പ്രിൻ്റുള്ള ആ ഒരു ഫാബ്രിക് ആയിരുന്നു അതിലിട്ടിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മളുടെ വീട്ടിൽ താഴെ ഇട്ട് വെച്ചിരുന്ന ആ ഒരു സെറ്റിമേൽ ആ സെയിം പ്രിൻ്റ് തന്നെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചെയറുകളും എല്ലാം ഒരുപോലെ ആക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾക്ക് താഴെ ഒറ്റ കളറിൻ്റെ ആ ഒരു സെറ്റ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും നമ്മൾ സോളിഡ് കളറിലേക്ക് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ ഇടുന്നില്ല, പറഞ്ഞപ്പോൾ തന്നെ അവർ ചെയ്ത് തന്ന് അതായത് തലേന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ചെയ്തു തന്ന്. ഇത്രയും പെട്ടെന്ന് ചെയ്തരുമെന്ന് വിചാരിച്ചില്ല. അതുകൊണ്ട് പിന്നെ നമ്മളത് ഉപയോഗിക്കുന്നില്ല, എടുത്ത് മാറ്റി വെച്ചിട്ട് ഇനിയിപ്പോൾ കല്യാണത്തിൻ്റെ ആ ഒരു സമയത്തിലേക്കേ നമ്മൾ ഇടുകയുള്ളൂ. എടുത്ത് മാറ്റി വെച്ച് ഇപ്പം നമ്മൾ പഴയ ചെയറിൻ്റെ ആ ഒരു കുഷ്യനിൽ തന്നെ നമ്മൾ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസമാണെന്നുണ്ടെങ്കിൽ ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാനും പപ്പയും റായനും കൂടി ഇറങ്ങിയൊരു ദിവസമാണ്. നമ്മളെല്ലാ ദിവസവും റൂം അടിക്കുകയും തുടയ്ക്കുകയും വാരയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡീപ്പ് ക്ലീനിങ് ചെയ്യാതെ നിവർത്തിയില്ല. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഡീപ്പ് ക്ലീനിങ് ചെയ്യേണ്ടി വരും, പ്രത്യേകിച്ച് റൂബി ഉള്ളതുകൊണ്ട്. ഈ കാർപ്പറ്റിലൊക്കെ രോമവും എല്ലാം ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ വാക്യൂം ക്ലീനർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സെറ്റിയും ഒക്കെ ഒന്നങ്ങോട്ട് എല്ലാം ക്ലീൻ ചെയ്തേക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ വിരിപ്പിട്ടിട്ട് 2-3 ദിവസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ ആ വിരിപ്പ് നന്നായിട്ട് കൊട്ടിയിട്ട് അവിടെ കൊണ്ടുവന്നിട്ട്, കാരണം വെറുതെ അനാവശ്യമായിട്ട് വെറുതെ അലക്കി അതാക്കണ്ടല്ലോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കൊട്ടി കുടഞ്ഞിട്ട് അതവിടെ കൊണ്ടുവന്നിട്ടിട്ട് അതെല്ലാം എല്ലാ സെറ്റിയും കുഷ്യനുകൾ ക്ലീൻ ചെയ്ത് വാക്യൂം ചെയ്തിട്ട് ഇനിയിപ്പോൾ അതൊന്ന് വിരിച്ചാൽ മാത്രം മതി. ആ നേരം കൊണ്ട് ഞാൻ അടിച്ചു വാരി ഇനി തുടക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. തുണി ഇത് വാഷ് ചെയ്തിട്ടത് അത് വിരിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ ക്ലീനിങ് ആയിരുന്നു. എങ്കിലും ഇല്ലേ, എനിക്കിത്തിരി വീഡിയോൻ്റെ പ്രൊമോഷൻ വർക്കുകൾ ചെയ്യാനുണ്ടായിരുന്നു. അതുമൊക്കെ ഈ കൂട്ടത്തിൽ ചെയ്ത്, അപ്പോൾ അത് ചെയ്യാനും നമുക്ക് നേരം വേണം. അതൊക്കെ ഈ കൂട്ടത്തിൽ ചെയ്ത്, എങ്കിലും അത് ഈ വീഡിയോയിലൊന്നും ഇടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ലെങ്ത്ത് കുറവാണ്. എനിക്ക് ആ ഒരു പ്രൊമോഷൻ്റെ വർക്കൊക്കെ അവർ പറയുന്ന ഡേറ്റിലേ ഇടാൻ പറ്റുള്ളൂ, എങ്കിലും നമ്മളത് ചെയ്തവർക്ക് കൊടുക്കണം. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്തൊരു ദിവസവും കൂടിയായിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് സമയം വേണം. അപ്പോൾ പിന്നെ വീഡിയോ കണ്ടൻ്റ് എന്ന് പറയാനായിട്ട് ഇതിൽ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. കാരണം ഇന്ന് മൊത്തത്തിൽ ക്ലീനിങ്ങും അങ്ങനെയുള്ളത് മാത്രമായിരുന്നു. നല്ല കഷ്ടപ്പെട്ട പണികളുള്ള ദിവസമായിരുന്നത്. അതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ആ നൈറ്റ് ഡ്രസ്സ് തന്നെ ഇട്ടിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഈ ഒരു നൈറ്റ് ഡ്രസ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു ഫ്രോക്ക് പോലെ ആയതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട് തോന്നില്ല. പക്ഷേ ലോങ് ആയിട്ടുള്ളൊരു നൈറ്റ് ഇട്ടിട്ട് എനിക്കിതുപോലെ നിന്ന് ജോലി ചെയ്യാൻ പറ്റൂല കേട്ടോ. കാരണം എനിക്ക് ഇങ്ങനെ തട്ടി നടക്കണ പോലെ തോന്നും. പിന്നെ എനിക്ക് മനസ്സിൽ ഒരു സ്വസ്ഥതയില്ല ആ വലിയ നൈറ്റ് ഇട്ടിട്ട് ജോലികൾ ചെയ്യുമ്പോൾ. എത്രയും പെട്ടെന്ന് എനിക്ക് ചുരിദാർ കൊടുക്കണം. എനിക്ക് പാൻറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സമാധാനമായിട്ട് നിന്ന് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് എപ്പോഴും ഇങ്ങനെ ടൈറ്റായിട്ടുള്ള പാൻറ്റൊക്കെ ഇട്ട് അതിൻ്റെ മീതിൽ നമ്മൾ ഡ്രസ്സ് ഇടുമല്ലോ. അപ്പോൾ അങ്ങനെ നിന്നിട്ട് അല്ലാതെയൊക്കെ എനിക്ക് നിൽക്കാൻ പറ്റില്ല. എനിക്ക് അണ്ടർ സ്കേർട്ടൊക്കെ ഇട്ടിട്ട് നടക്കാനൊന്നും എനിക്ക് പറ്റൂല, എന്തോ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇന്നിപ്പോൾ ഏതായാലും ഉടുപ്പ് മാറാതെ തന്നെ ഈ ഫ്രോക്ക് ആയതുകൊണ്ട് നമുക്ക് സാധാരണ ഒരു ചുരിദാറിൻ്റെ ടോപ്പ്, ഒരു അനാർക്കലി കുർത്തി
കുർത്തിയിട്ട പോലെ നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെ ഇട്ടിട്ട് ജോലികളെല്ലാം ചെയ്തു. കാരണം ഭയങ്കര ചൂടായതുകൊണ്ടേ നമുക്കൊരു ഡ്രസ്സ് മാറാനൊന്നും തോന്നില്ല, ഇത്രയും ജോലികളും ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനെ ഈ റിച്ചാൻ്റെ കാറുകളൊക്കെ ഇവിടെ ഇങ്ങനെ പൊടി പിടിച്ചിരിക്കുന്നുണ്ടാകുന്ന കേട്ടോ. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്കിത്തിരി പണിത്തിരക്ക് കൂടിയതുകൊണ്ട് ഇത്തിരി വൈകുന്നുണ്ട്, തുടക്കാനുള്ള ഒരു ദിവസങ്ങൾ ഇത്തിരി കയറിപ്പോകുന്നുണ്ട്. അതുപോലെ നടയിൽ ഞാൻ എല്ലാ ദിവസവും തുടച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ എനിക്ക് തുടക്കാൻ പറ്റുന്നില്ല. വേറെ കുറേ ജോലികൾ വരുമ്പോഴത്തേക്കും നമുക്ക് ഡെയിലി റുട്ടീനിൽ മാറ്റങ്ങൾ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറിയൊരു നനവിൽ ഒന്ന് തുണിയൊന്ന് ഇത് ചെറിയ നനവിലാക്കിയിട്ടൊന്ന് തുടച്ച് രൂപവും അതെല്ലാം ഒന്ന് തുടച്ച്, പിന്നെ ദീപയെല്ലാം നമ്മൾ 2-3 തവണ ഒരു ദിവസം തുടക്കൂട്ടാ. കാരണം ഇതിൻ്റെ മീതിലേക്ക് പൊടി വീണാൽ പെട്ടെന്ന് കാണാൻ പറ്റും ഈ ഗ്ലാസിൻ്റെ ഇതിൽ. അങ്ങനെ പൊടി കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾ തുടച്ച് മാറ്റിയേക്കും കേട്ടോ. അപ്പോൾ റായൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മമ്മി ഞാൻ തന്നെ തുടച്ച് തന്നേക്കാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ്റെ മാനസികാവസ്ഥ ആകെ തകരാറിലായി നിൽക്കുന്നതാണ്. ഇത് പോക്ക് നീളുന്നതനുസരിച്ച് അവനാകെ അപ്സെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയും വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ആകെ അപ്സെറ്റായിട്ട് മാനസികമായി തകർന്ന് നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ചിലപ്പോൾ ജോലികൾ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ആ ഒരു കാര്യം ചിന്തിച്ചിട്ട് ഞാൻ പറയും വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അവൻ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ എല്ലാ കാര്യങ്ങളും ചെയ്യോട്ടെ, എന്ത് തന്നെ വിളിച്ച് ഒന്ന് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ചെയ്യോട്ടെ. എങ്കിലും അവൻ്റെ ആ ഒരു മാനസികാവസ്ഥയെ മാനിച്ചിട്ട് ഞാൻ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അവനാണെന്നുണ്ടെങ്കിൽ അത് അറിയിക്കാതിരിക്കാൻ ഞാൻ ചെയ്യാമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. ഇനി ഈ ഹുഡൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. നമ്മുടെ കിച്ചണിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഹുഡിലെല്ലാം ഭയങ്കര കീല് പോലെ പിടിച്ചിരിക്കും. ഈ എണ്ണയും അഴുക്കും കൂടി ചേർന്നിട്ട് കട്ടിയായിട്ട് പിടിച്ചിരിക്കും. അത് സോപ്പിട്ട് കഴുകിയാൽ പോലും പെട്ടെന്ന് പോകില്ല. അപ്പോൾ ഞാൻ പണ്ട് അതിനൊരു ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഞാനത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഇതെങ്ങനെ ക്ലീൻ ചെയ്യുക, അത് എളുപ്പത്തില്ല കേട്ടോ. ഇപ്പോൾ സോപ്പിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം, പക്ഷെ അതിനേലും എളുപ്പമാണ് ബേക്കിംഗ് സോഡയും വിനാഗിരിയും കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് അത് വെറുതെ ഒന്ന് തൊട്ടാൽ മതി, വെറുതെ പുതിയതുപോലെ ആകും ഇത്. അപ്പോൾ അത് പണ്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ബേക്കിംഗ് സോഡ ഒന്നും എനിക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളുടെ അടുക്കളയിൽ ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാറില്ല, റൈസ് ബ്രാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സൺഫ്ലവർ ഓയിലിൽ ഭയങ്കര സ്റ്റിക്കി ആയിട്ടുള്ള പുക ഇങ്ങനെ പടർന്ന് എല്ലായിടത്തും ഇങ്ങനെ അഴുക്കുമായിട്ട് ചേർന്നത് പിന്നീട് അങ്ങനെ പിടിച്ചിരിക്കും. ക്ലീൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. കിച്ചണിലെ പാത്രങ്ങളിൽ വരെ അത് കയറി പിടിച്ചിരിക്കും, ഇങ്ങനെ അരികിലിരിക്കുന്ന പാത്രങ്ങളിലൊക്കെ. അപ്പോൾ ഈ റൈസ് ബ്രാൻ ഓയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയതോട് കൂടിയിട്ട് ആ ഒരു ഒട്ടിപ്പിടിച്ച എണ്ണയുടെ ആ ഒരു ഇതൊന്നും ഒരു സ്ഥലത്തും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് തുടക്കാം. സ്പ്രേയിൻ്റെ അകത്ത് ഞാൻ ഇട്ടേക്കണത് വിനാഗിരി, വെള്ളം, ഇത്തിരി എന്തെങ്കിലും ഒരു ഡിഷ് വാഷ് ലിക്വിഡോ അല്ലെങ്കിൽ ഡിറ്റർജൻറ്റ് ലിക്വിഡോ എന്തെങ്കിലും, പിന്നെ ഇത്തിരി നല്ല മണം കിട്ടാൻ വേണ്ടി കംഫർട്ടിൻ്റെ ഒരു കുറച്ചും കൂടി ഞാൻ അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. അത് സ്പ്രേ ചെയ്തിട്ടാണ് ഇപ്പോൾ എല്ലായിടത്തും ഒക്കെ തുടക്കണത്. അത് തന്നെ മതി ഇവിടെ. അപ്പോൾ എൻ്റെ കൈ അങ്ങോട്ട് എത്തല്ല. നേരത്തെയൊക്കെ ഞാൻ ഇതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് തുടക്കും. ഇപ്പോൾ ഞാൻ മുകളിൽ കയറില്ല, വെറുതെ വലിഞ്ഞ് കയറി ഒരു അപകടം വരുത്തരുത്. നമ്മുടെ പ്രായം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം നമ്മളതിനെ മാനിക്കണം. അല്ലാതെ എനിക്ക് പണ്ടത്തെ പോലെ തന്നെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് വലിഞ്ഞ് കയറി വീണ് കയ്യും കാലും ഒടിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കും പണിയാണ്, വീട്ടിലുള്ള എല്ലാവർക്കും പണിയാണ്. അപ്പോൾ അതൊക്കെ നോക്കുന്നത് കൊണ്ട് തന്നെയും ഞാനങ്ങനെ ഇപ്പോൾ വലിഞ്ഞു കയറി മുകളിലൊന്നും ചെയ്യാറില്ല. അപ്പോൾ റയനൊന്ന് പതിയെ വിളിച്ചപ്പോൾ വരാല്ല എന്ന് പറഞ്ഞ് ഓടി വന്നതാണ് കേട്ടോ. അല്ലാതെ എന്ന് പറഞ്ഞിട്ട് അവിടെ കുത്തിയിരിക്കുന്ന പരിപാടിയാണ് ഒന്നുമില്ല കേട്ടോ. ഇപ്പോൾ കുട്ടികളുടെ അടുത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറഞ്ഞു ഞാൻ വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കൂല. ഇതങ്ങനെയൊന്നുമല്ല, അവരെന്ത് തന്നെ ചെയ്തുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അത് അവിടെ ഇട്ടിട്ട് അപ്പം തന്നെ ഓടി വരും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ അത് വിളിച്ചത് ആൾ വന്നത് ക്ലീൻ ചെയ്ത് തന്നിട്ടും പോയിട്ടോ. കയ്യെത്താത്ത സ്ഥലത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തന്നിട്ടും പോയി. പിന്നെ എനിക്കിനി കുറേ പുതപ്പ് കഴുകി ഇങ്ങനെ നമ്മൾ കൂട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരോ ബാച്ച് കഴുകി കൂട്ടിയത് ഒരു 2-3 തവണത്തെ അലക്കാണത്. അതൊന്ന് മോളിൽ കൊണ്ടുപോയിട്ട് അലമാരിയിലേക്ക് മാറ്റണം. ഇവിടെ താഴെ അലമാരിയിലൊന്നും പുതപ്പൊന്നും വെക്കാറില്ല, നമ്മളെ ഡ്രസ്സ് മാത്രം വെക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് മോളിൽ കൊണ്ട് വെക്കുക എനിക്ക് വലിയ ബുദ്ധിമുട്ടുള്ളൊരു പണി. എനിക്ക് മോളിൽ കയറുന്നത് ഭയങ്കര മടിയാണ്. എന്താണാവോ എനിക്ക് മോളിൽ കയറുക, അതെല്ലാം ഒഴിവാക്കും ഞാൻ. അതുകൊണ്ട് ഇവരെ കൊണ്ടൊക്കെ കൊണ്ടുപോയി വെപ്പിക്കും.
ഇരിക്കും അങ്ങനെ. പിന്നെ അലമാരി വെക്കണമെങ്കിൽ ഞാൻ തന്നെ വെക്കണം, അത് വേണ്ട സ്ഥലത്ത് നോക്കി വെക്കണമല്ലോ. അപ്പോൾ റയന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാറില്ല. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുത്താൽ ചിലപ്പോൾ കഴിക്കും. അപ്പോൾ അത് 2 ഉണ്ടായിരുന്നത് ആ ക്യൂക്കുംബർ ഒന്ന് കട്ട് ചെയ്ത് ആദ്യം ഞാൻ കഴുകിയിട്ടാണ് ക്ലീൻ ചെയ്യണത് കേട്ടോ, എന്നിട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യണത്. അപ്പോൾ അത് മുഴുവൻ കഴിച്ചിട്ടുണ്ടാകുന്ന കേട്ടോ ആൾ. അതൊക്കെ ഇഷ്ടമാണ്, ഇങ്ങനത്തെ ഈ പച്ച സംഭവങ്ങളൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ ഫ്രൂട്ട്സ് ഒന്നും വേണ്ട. നേരത്തെ ആപ്പിളായിരുന്നു അവന് കൊടുത്തുകൊണ്ടിരുന്നത് വെച്ചാൽ, ഇപ്പോൾ അതൊന്നും വേണ്ട, അത് മടുത്ത്. പേരക്ക അങ്ങനത്തെയൊക്കെ അതെല്ലാം മടുത്ത്. അപ്പോൾ പപ്പയുടെ അടുത്ത് ഞാൻ ഇതിൽ പഴം മേടിക്കാനൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ തിങ്കളാഴ്ച കേട്ടോ, ഇത് ചൊവ്വാഴ്ചത്തെ വീഡിയോ ആണ്, പറഞ്ഞു തെറ്റിപ്പോയി. അപ്പോൾ ചൊവ്വാഴ്ച പപ്പ പള്ളിയിൽ പോകുമല്ലോ, സെയിൻറ്റ് ആൻ്റണിയുടെ നൊവേന. അപ്പോൾ അതിന് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇതിൽ പഴം മേടിച്ചുകൊണ്ട് വരണേന്ന് ഞാൻ പറഞ്ഞു ചേച്ചി. പറയണത് മാത്രമേ പപ്പ മേടിക്കുകയുള്ളൂ, വേറെ എന്ത് കണ്ടു കഴിഞ്ഞാലും മേടിക്കൂല കേട്ടോ. പക്ഷേ ഇന്ന് ഇത്തിരി വ്യത്യസ്തമായിട്ട് പറയാത്തൊരു സാധനം കൂടി മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ ഞാൻ ഇത്തിരി ചിങ്ങമ്പഴം അല്ലെന്നുണ്ടെങ്കിൽ ചിങ്ങമ്പഴമൊക്കെ തണുപ്പ്, ശരീരം തണുക്കാൻ നല്ലതാണ്. അപ്പോൾ അങ്ങനെ വേറൊരു പഴം കൂടി, ഏത്തപ്പഴം കൂടെ സ്ഥിരം മേടിക്കണം. അപ്പോൾ ഈ ഏത്തപ്പഴത്തിനോടൊപ്പം തന്നെ എന്തെങ്കിലും കൂടി വേറെ പഴം മേടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും പറഞ്ഞു വിട്ടിട്ടില്ലായിരുന്നു. പക്ഷേ വന്നപ്പോഴത്തേക്കും ആൾ വേറൊരു സാധനം കൂടി കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ കുറേ ജോലി ചെയ്ത് ഞാൻ ടയേർഡായി. അപ്പം ഞാൻ അവനും എനിക്കും കൂടിയിട്ട് ഇത്തിരി മോര്, നല്ല പുളിയുള്ള മോരാണത്. അപ്പോൾ പുറത്തവിടെ ഇരിക്കണുണ്ട് കേട്, അത് പുളിച്ച് വന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പൊട്ടിച്ചില്ല, കുറച്ചും കൂടി കഴിഞ്ഞിട്ടേ പൊട്ടിക്കുള്ളൂ പുളിയായിട്ട്. പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റണം, പിന്നെ അത് പുളിക്കുകയില്ല. അപ്പോൾ ഉള്ളത് എടുത്തിട്ട് 2 ഗ്ലാസ് ഇല്ല, 1.5 ഗ്ലാസ്സിനുള്ളതേ ഉള്ളൂ. അപ്പോൾ അതാക്കിയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചേട്ടോ. കാരണം അത്രയും ടയേർഡാണ്, ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര ചൂട് നമ്മൾ ഈ ജോലി ചെയ്യുന്ന സമയത്ത്. അപ്പോൾ പുറത്ത് ഈ കൺസ്ട്രക്ഷൻ വർക്കിനൊക്കെ പോകുന്ന ആളുകളെ ഓർത്താണ് ഞാൻ ജോലിയൊക്കെ ചെയ്യണത്. അവരുടെ അത്രയും പ്രശ്നങ്ങളൊന്നും നമുക്കില്ലല്ലോ. എല്ലാ വെയിലും കൊണ്ടിട്ടല്ലേ അവർ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നിട്ട് ഈ വർക്കുകൾ ചെയ്യുക എന്നൊക്കെ ഞാൻ വിചാരിക്കും കേട്ടോ. അപ്പോൾ ഏതായാലും ഇത് കൊണ്ടുപോയിട്ട് അവന് കൊടുത്തപ്പോൾ അവനപ്പം തന്നെ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. കാരണം അവൻ മറ്റേ ക്യൂക്കുംബർ കഴിച്ചിട്ടിരിക്കണല്ലേ, അപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് അത് 1.5 ഗ്ലാസും ഞാൻ തന്നെ കുടിച്ചേട്ടാ. പപ്പയ്ക്ക് ഞാനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം പപ്പയ്ക്ക് തേങ്ങ വെള്ളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. മോര്, തൈര് അങ്ങനെ അതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ്. അത് വയറൊക്കെ അപ്സെറ്റ് ആകുമെന്ന് പറയും അങ്ങനെ കഴിക്കുമ്പോൾ. പുള്ളിക്ക് അത്ര ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ ഒട്ടും തന്നെ വെച്ചിട്ട് അത് ഞാൻ തന്നെ ഇങ്ങോട്ട് കുടിച്ച്. പിന്നെ ഇത്തിരി അച്ചിങ്ങ, ഇന്ന് കറികളുണ്ട് എങ്കിൽ തന്നെ ഈ അച്ചിങ്ങയിൽ ഉണങ്ങി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ഒന്ന് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ചധികം സവാളയും ചെറിയ ഉള്ളിയും കൂടി ഇട്ട്, പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഇത് മുളക് പൊടിയാണ് സാധാരണ ഇടുന്നത്. ഇന്നിപ്പോൾ വറ്റൽമുളക് നമ്മൾ ക്രഷ് ചെയ്തത് മാത്രം ഇട്ട്, ഇത് മഞ്ഞൾപ്പൊടി പോലും ഇട്ടിട്ടില്ല, അത് മാത്രം ഇട്ടിട്ട് ചെയ്തിട്ടാണ്. കാരണം ഇതിപ്പോൾ നമ്മളുടെ ഒരു ഹെൽത്തി ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ടേസ്റ്റ് ഇവിടെ ഇഷ്ടമല്ല ഈ വറ്റൽ ഇത് ക്രഷ്ഡ് ചില്ലി ഇട്ട് വെക്കണത്. ഇവിടെ ആർക്കും തന്നെ അത്ര വലിയ ഇഷ്ടമില്ല കേട്ടോ. കാണുമ്പോഴൊക്കെ ഒരു ഭംഗിയാണെങ്കിലും ഇവിടെ ആർക്കും ഇത് കഴിക്കണത് ഇഷ്ടമല്ല. എല്ലാവർക്കും മുളക് പൊടി ഇട്ട് താളിക്കണത് തന്നെയാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വേറെ കറികളൊക്കെ ഉണ്ട്. ബീഫ് കറി, ഉരുളക്കിഴങ്ങിട്ടതുകൊണ്ട്, വിന്താലുമുണ്ട്, പിന്നെ സാമ്പാറുണ്ട്, അവിയലുണ്ട്, പപ്പടമുണ്ട്, ഇത്രയും സാധനങ്ങളുണ്ട്. പിന്നെ അതുകൂടാതെയാണ് ഞാൻ ഈ അച്ചിങ്ങ ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി അത് വെറുതെ ഇങ്ങനെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. കാരണം അച്ചിങ്ങയൊക്കെ ഏറ്റവും നല്ലതാണ്, നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതിരിക്കാനൊക്കെ ഏറ്റവും നല്ല സാധനമാണ് അച്ചിങ്ങ. അധികം വേവിച്ച് കളയാതെ എടുക്കണമെന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഗുണം പോകുമെന്നാണ് പറയാം. അപ്പോൾ അങ്ങനെ അത് ആക്കി വെച്ച് അപ്പോഴേക്കും പപ്പ പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ ഏത്തപ്പഴം കൊണ്ടുവന്ന്, പിന്നെ ചിങ്ങമ്പഴവും കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം അത്യാവശ്യം പഴുത്ത് വരുന്ന ഇതാണ്, ചീഞ്ഞൊന്നും പോയിട്ടില്ല. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഭയങ്കര പഴുത്ത് വിട്ടുപോയ ഈ ചിങ്ങമ്പഴം കൊണ്ടുവരും. ചിങ്ങമ്പഴം അങ്ങനെയല്ല, പഴുത്തിങ്ങനെ വിട്ടിങ്ങനെ പോകും താഴത്തേക്ക്. ഇതിപ്പോൾ നല്ലൊരു പരുവത്തിനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഒന്ന് പടല തിരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരെണ്ണത്തിൻ്റെ തൊലി വിട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതതിനകത്തേക്ക് വെക്കാൻ പറ്റില്ല, അത് ഞാനപ്പോൾ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടി പഴുക്കാനുണ്ട്, എങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റുള്ള പഴം തന്നെയായിരുന്നു. പിന്നെ ഇതാണ് പറയാതെ കൊണ്ടുവന്നൊരു സാധനം, മാങ്ങ. ഞങ്ങളൊരിക്കലും ഈ മാങ്ങയുടെ ഈ ഒരു സീസണിൽ മാങ്ങ മേടിക്കാറേ ഇല്ല കേട്ടോ. എപ്പോഴും നമ്മളുടെ അയൽവാസികൾ അല്ലെന്നുണ്ടെങ്കിൽ ബന്ധുക്കൾ ഒരുപാട് മാങ്ങ എങ്ങനെയായാലും കിട്ടും കേട്ടോ. ഒരുപാട് മാങ്ങ കിട്ടും. പക്ഷേ ഇത്തവണ മാങ്ങയൊന്നും ഇല്ല. അപ്പോൾ ഇല്ലേ, ഇന്ന് ഞാനൊരു കാര്യം പറയാം. ഇത് ഈ വണ്ടി റോജർ അവിടെ ബാംഗ്ലൂർ മേടിച്ചേക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി മേടിച്ചിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. അത് വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ റോജറിൻ്റെ കാര്യം ഇന്നലെ ഓമനയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വിശേഷമെന്ന്. അപ്പോൾ റോജർ അവിടെ ഇപ്പോൾ താമസിക്കുന്നത് ഇതിൻ്റെ കുറച്ച് ദൂരെയാണ്, അവൻ്റെ ഓഫീസിൻ്റെ കുറച്ച് ദൂരെയാണ്. ഓഫീസിൻ്റെ അടുത്ത് സ്ഥലം നോക്കിയിട്ട് ഒരു രക്ഷയില്ല, നമുക്ക് പറ്റുന്നതൊന്നും കിട്ടിയില്ല. അപ്പോൾ അവൻ ഏതായാലും അതിന് പകരം വണ്ടി
വണ്ടിയാണ് എടുത്തേക്കുന്നത്. കാരണം വാഹനം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോകാൻ എളുപ്പമാണ്. നേരത്തെ അവൻ്റെ ഫ്രണ്ട്സിനെ കൂടി മറ്റേ വിപ്രോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവൻ്റെ ഫ്രണ്ട്സിനെ കൂടി താമസിച്ചപ്പോൾ അവിടെ 2 ബൈക്ക് ഉണ്ടായിരുന്നു. അവിടെ താമസിച്ച ഇവരുടെ കൂട്ടുകാർക്ക് നാട്ടിൽ നിന്ന് ഓടിച്ച് അവിടെ കൊണ്ടിട്ടേക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവനും ആ വണ്ടി യൂസ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ ഇവനിവിടെ ഒറ്റക്കാണ്, അവരൊക്കെ വേറെ സ്ഥലത്താണ്. അപ്പോൾ ഇവൻ ഇനിയിപ്പോൾ വണ്ടിയില്ലാതെ ബസ്സിൽ കയറി, ട്രെയിനിൽ കയറി, അല്ലെങ്കിൽ ബൈക്ക് ടാക്സി ആയിട്ടെടുത്ത്, ഓട്ടോ എടുത്ത്, ഇങ്ങനെയൊക്കെ പല രീതിയിലൊക്കെയാണ് ഓരോ സ്ഥലത്ത് പോവുക. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഈ ഒരു വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫീസിലേക്ക് പോകാനും എളുപ്പമാണ്. എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിലും വേറെ വണ്ടി പിടിക്കേണ്ട, സുഖമായിട്ട് പോകാം. അങ്ങനെ എടുത്ത വണ്ടിയാണിത്. 2023 വണ്ടിയാണ്, യൂസ്ഡ് വണ്ടിയാണ്, പക്ഷേ നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ആ വണ്ടിയുടെ പേര് എനിക്കറിയില്ല കേട്ടോ, എന്തോ ബുള്ളറ്റ് പോലത്തെ ഒരു വണ്ടിയാണ് ഏതായാലും. അപ്പോൾ ആ സംഭവമാണ് ഇപ്പോൾ റോജർ എടുത്തിരിക്കുന്നത്. വണ്ടിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് ഇത് കാണുമ്പോഴത്തേക്കും അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ വണ്ടി എടുത്തിട്ടുണ്ട് ആൾ. പിന്നെ അവിടെ ഫുഡിനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഓഫീസിൽ ഫുഡിൻ്റെ മെനു എല്ലാം വെട്ടി കുറച്ച്, ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ തിരിച്ച് വരും കമ്പനിയിൽ നിന്ന് പറയണമെങ്കിൽ ഞാൻ പോരുമെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ പറയണത് ഇനിയിപ്പോൾ ദുഃഖാഴ്ച അടുത്ത് കഴിഞ്ഞ്, അപ്പോൾ ആ സമയം വരെയും ഇത്രയും കൂടുതൽ സമയം നാട്ടിൽ നിൽക്കാൻ പറ്റൂല. അതുകൊണ്ട് ദുഃഖാഴ്ചയെ ഇനി വരുവുള്ളെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാണ് റോജറിൻ്റെ വിശേഷം. പിന്നെ അവന് കുറച്ച് ദിവസം മുൻപ് ഭയങ്കര തലകറക്കവും തളർച്ചയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഷുഗർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വെച്ച് തന്നെ ഷുഗർ കട്ട് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇവൻ ജിമ്മിലും ജോയിൻ ചെയ്ത് ഷുഗറും കട്ട് ചെയ്ത്, ഫുഡ് നമ്മൾ വീട്ടിൽ കഴിക്കുന്ന പോലെയൊന്നും അല്ലല്ല കഴിക്കണം, എല്ലാം കൂടി ചേർന്ന് ആളാകെ ടയർഡായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഷുഗർ ഇങ്ങനെ കട്ട് ചെയ്യാൻ പാടില്ല, ഷുഗർ ശരീരത്തിന് ആവശ്യമുള്ളൂ, അപ്പോൾ ഷുഗർ കഴിക്കണം, അതുകൊണ്ടൊക്കെയാണ് ഈ തലകറക്കം വന്നതെന്ന് പറഞ്ഞ് അങ്ങനെ ട്രിപ്പൊക്കെ ഇട്ടിട്ടൊക്കെ കിടന്നിട്ടൊക്കെ ആൾ വന്ന് ഇപ്പം കുഴപ്പമൊന്നുമില്ല. പിന്നെ റിച്ചാർഡിൻ്റെ വിശേഷമാണെങ്കിൽ റിച്ചാർഡ് സുഖമായിട്ടിരിക്കുന്നത്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ എന്തെങ്കിലും നടക്കാൻ വേണ്ടി ഇറങ്ങാൻ പോകുന്നു. ആ സമയത്താണ് കഴുകി വെച്ച ഗാർബേജ് ഇടുന്ന ബക്കറ്റ് ഉണങ്ങി അകത്തേക്ക് വെച്ചതും അതിൻ്റെ അകത്ത് ഗാർബേജ് ബാഗൊക്കെ ഇട്ടതും ഈ ഒരു സന്ധ്യ നേരത്തായിരുന്നു. അത്രയും നേരം ഞാനത് എല്ലാ വേസ്റ്റ് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചേക്കണായിരുന്നു. നമ്മൾ കാലത്ത് വാക്യൂം ചെയ്ത വേസ്റ്റ് ഇപ്പോൾ ഇത് കിച്ചണിൽ നിന്നുള്ള വേസ്റ്റും എല്ലാം ഇപ്പോഴാണ് ഇട്ട് വെച്ചത് കേട്ടോ. അപ്പം പിന്നെ ഒരു ചായ ഇട്ട് 2-3 പാത്രവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴുകാൻ കിടപ്പുണ്ട്. അതും കൂടി കഴുകി വെച്ചിട്ട് വേണം എനിക്ക് നടക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇന്ന് വേറെ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതെനിക്ക് ഈ വീഡിയോയിൽ ഇടാൻ പറ്റൂല, കാരണം അത് പ്രൊമോഷൻ വർക്കുകൾ അതിൻ്റെ വീഡിയോകളൊക്കെയാണ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ രാവിലെ കുഷ്യൻ കൊണ്ടുവന്നിട്ട് ആ സമയത്ത് തന്നെ കർട്ടൻ്റെ വർക്ക് ചെയ്യുന്ന ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്ന് മുകളിൽ അളവൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അഡ്വാൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞ് ഇനി കർട്ടൻ സെറ്റ് ചെയ്ത് ഉടനെ തന്നെ കൊണ്ടുവന്നിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. വൈൻഡപ്പ് ചെയ്യുന്നതിന് നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് നാളെ വീണ്ടും കാണാം.